ഒരു കുട്ടിയുടെ ബർത്ത് ചാർട്ട് റെക്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് 2.5 മണിക്കൂറാണ് ഡിഫറൻസ് വരുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുമ്പം കൃത്യമായ പോയിന്റിൽ അവർ ഹിറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഇതേ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡിൻ്റെയും എക്സാക്റ്റ് ഡേറ്റ പ്രകാരം മാത്രമാണ് അതും വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഭൂമി അല്ലെ ഈ പ്രപഞ്ചം 360 ഡിഗ്രിയിലാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് കൺഫേമാണ്. അതിൽ നിന്ന് ചിന്തിക്കപ്പെടുമ്പോൾ കൊച്ചി എന്ന് പറയുന്ന ഈ നഗരത്തിൽ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ ഭാഗത്തിന് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും. അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉണ്ടായ യുദ്ധത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുമ്പം കൃത്യമായ പോയിന്റിൽ അവർ ഹിറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഇതേ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡിൻ്റെയും എക്സാക്റ്റ് ഡേറ്റ പ്രകാരം മാത്രമാണ് അതും വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ഈ പ്രപഞ്ചത്തിൽ 360 ഡിഗ്രിയിൽ ആ സെൻട്രൽ പോയിന്റ് നമ്മളാണ് അയനാംശത്തിന് എടുക്കുന്നത്. ഒരു സെൻട്രൽ പോയിന്റിൽ നിന്നുകൊണ്ട് അളക്കുമ്പോൾ എത്രാമത്തെ ഡിഗ്രിയിൽ അയാൾ ജനിക്കുന്നു, അല്ലെങ്കിൽ എത്രാമത്തെ ഡിഗ്രിയിൽ അത് സംഭവിക്കുന്നു എന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവിടെ സൂര്യോദയം എന്ന് പറയുന്ന ഒരു വിഷയത്തിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ? സൂര്യോദയം എന്ന് പറയുന്ന വിഷയത്തിന് പ്രസക്തി ഉണ്ടെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സൂര്യമാനവും ചന്ദ്രമാനവും നോക്കുന്ന ഒരുപാട് ആൾക്കാർ. അതെ, അവിടെയും വരുന്ന വീണ്ടും കോൺഫ്ലിക്റ്റ്. ഇപ്പൊ നമ്മൾ അയനാംശം പറഞ്ഞു തുടങ്ങി ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇപ്പോൾ സൗത്ത് പാർട്ട് ഓഫ് കർണാടക നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഹുണ്ടിക്കുപ്പൽ പഞ്ചാംഗമാണ് അല്ലേ. നോർത്ത് പാർട്ട് ഓഫ് കർണാടക നോക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന കൃഷ്ണ പഞ്ചാംഗം. സോ കേരളം ഉപയോഗിക്കുന്ന വേറെ മെക്കാനിസമാണ്. ആൻഡ് തമിഴ്നാട് നോക്കുകയാണെങ്കിൽ പാമ്പ് പഞ്ചാംഗമാണ്. സോ അപ്പോൾ ഇപ്പോൾ എവിടെയാണ് ഇവിടെ ക്ലാരിഫിക്കേഷൻ ഉള്ളത്? എവിടെയാണ് ഒരു എന്താ പറയുക ആക്യുറസി വരിക? ഈ പല പല പഞ്ചാംഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന കാൽക്കുലേഷൻസും. ശ്രീകാന്ത് ജി, ഉടുപ്പിയിലുള്ള വളരെ പ്രശസ്തമായൊരു മഠമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ഒരു പ്രസന്റേഷന് പോയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ ബർത്ത് ചാർട്ട് റെക്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് 2.5 മണിക്കൂറാണ് ഡിഫറൻസ് വരുന്നത്. 2 പഞ്ചാംഗമാണ്. ഈ പഞ്ചാംഗം പ്രിപ്പയർ ചെയ്യാൻ ഇവിടുത്തെ പല ജ്യോതിഷന്മാർ ഉപയോഗിക്കുന്ന നാസയുടെ എഫ്എംആർഐസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആണല്ലോ. സോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും തെറ്റുകളല്ലേ? ആ തെറ്റിൽ നിന്നല്ലേ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ ബർത്ത് ചാർട്ട് ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പരാശര സോഫ്റ്റ്വെയർ വൺ ഓഫ് ദ ബെസ്റ്റ് കാൽക്കുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇതിനകത്തും എന്താ പറയുക, ഈ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയുടെ ഔട്ട്പുട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും. ഈ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ആര് കൊടുക്കുന്ന ഡേറ്റയാ? ഒന്ന് ജ്യോതിഷം കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ സാധാരണ പാരന്റ്സ് കൊടുക്കുന്നതാകാം. ഇതെല്ലാം തരുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹോസ്പിറ്റലിലെ നേഴ്സിന് ഈ ജനനം എടുക്കുക മാത്രമാണോ സമയമുള്ളത്? ഒരിക്കലും. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക, എന്തൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞാലും ഒരു ഉപാസനയുള്ള ഒരു ദൈവജ്ഞന് ബർത്ത് റെക്ടിഫൈ ചെയ്യാനും പറ്റണം. പൂർണ്ണമായിട്ടും ഒരു ജനന തലക്കുറി ഉണ്ടാക്കി കൊടുക്കാനും പറ്റണം. തീർച്ചയായിട്ടും പറയും. അപ്പോൾ ഇവിടെ അങ്ങ് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ ഇപ്പോൾ അങ്ങ് കേരളത്തെ ഉദ്ധരിച്ചു. അത് കഴിഞ്ഞാൽ മറ്റൊരു സംസ്ഥാന ഭാഗമായിരിക്കുന്ന കർണാടകയെ ഉദ്ധരിച്ചു. പിന്നെ നമ്മുടെ തമിഴ്നാടിനെ ഉദ്ദേശിച്ചു. ഇവിടെയെല്ലാം ജീവിത രീതികൾ വ്യത്യസ്തമാണ്. പക്ഷേ ഇതിനകത്തെല്ലാം കോമൺ ആയിട്ട് വരുന്ന പല ഘടകങ്ങളും ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും ദാനം പ്രാധാന്യം നൽകുന്നുണ്ട്, തമിഴ്നാട്ടിലും ദാനം പ്രാധാന്യം നൽകുന്നുണ്ട്. ഓഫ് കോഴ്സ് കർണാടകയിലും 100% ദാനം പ്രാധാന്യം നൽകുന്നുണ്ട്. എന്നാൽ ഈ വ്യത്യാസം നമ്മൾ ഏറ്റവും കൂടുതലും കണ്ടത് എവിടെയാണ്? പാശ്ചാത്യ രാജ്യങ്ങളിലാണ്. അപ്പോൾ ദേശകാലങ്ങൾക്കനുസരിച്ച് പൂർവികരനുഷ്ഠിച്ച് വന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഞാൻ വീണ്ടും പറയാണ്, ഇപ്പോൾ ഈ സമയത്ത് പണ്ടാചരിച്ചിരുന്ന ഒരു ആചരണം വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഗുണത്തെ നൽകുന്നു എങ്കിൽ അതിനെ അവലംബിക്കുക തന്നെ വേണം. ശരി. അല്ലാത്തതിനെ പഠനവിധേയമായി കണ്ട് എന്ത് മാറ്റങ്ങളാണ് അതിനകത്ത് കൊണ്ടുവരേണ്ടതെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരു നല്ല ശാസ്ത്ര സമൂഹം ഇറങ്ങി വരാത്തടത്തോളം കാലം അന്ധവിശ്വാസമായി തന്നെ വളരും. പാശ്ചാത്യത്തിൽ ഈ പറയുന്ന അന്ധവിശ്വാസം ഇല്ലാതെ അവർ പ്രാക്ടിക്കലി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന എന്താണോ അതാണ് ചെയ്യുന്നത്. അവിടെ പൂജകൾക്ക് അവർ അഡോപ്റ്റ് ചെയ്യുന്നത് വേദിക് സിസ്റ്റത്തേക്കാണ്. അതാണ് ഈ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഇംപ്ലിമെൻറ്റേഷൻസ് അവർക്ക് അപ്രാപ്യമായിട്ട് ഗുണം നൽകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ പാശ്ചാത്യ രാജ്യത്തുള്ളവരെല്ലാവരും പ്രാപ്യമായ നമ്മുടെ ഭാരത സംസ്കാരത്തിനെ തേടി വരുന്നത്. അത് വളരെ വിശേഷമായ ഒരു കാര്യമല്ലേ. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളെ വീണ്ടും ഫിൽട്ടർ ചെയ്യേണ്ടത് അവരാകരുത്. ഒരിക്കലും അവരല്ല അത് കണ്ടെത്തേണ്ടത്, മറിച്ച്
നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ച ഈ മഹത്തരമായ അറിവുകളിലെ പിഴവുകൾ നിരത്തേണ്ടത് ഇന്നത്തെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ആവശ്യമാണ്. MBBS എന്ന് പറയുന്ന ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു മെഡിസിൻ മേഖലയിൽ BP എന്ന് പറയുന്ന രോഗത്തിന് ഇന്നും മരുന്നില്ല, പക്ഷെ അവർ കൊടുക്കുന്നുണ്ട്. ഷുഗർ എന്ന് പറയുന്ന രോഗത്തിന് മരുന്നില്ല, പക്ഷെ അവർ കൊടുക്കുന്നുണ്ട്. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് മരുന്നില്ല, പക്ഷെ അവർ കൊടുക്കുന്നുണ്ട്. ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള പഠനം മാത്രമേ ഉള്ളൂ ഇപ്പോഴും. BP എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഈ മരുന്നെല്ലാം കൊടുത്തേച്ച് അവർ പറയും കൺട്രോൾ യുവർ ഫുഡ്. ഇതൊന്നും ചെയ്യാതെ, ഈ മരുന്നൊന്നും കഴിക്കാതെ അവൻ്റെ ദിനചര്യയും ആഹാര രീതി കൊണ്ടും അവൻ്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാവുന്ന ആയുർവേദവും നമ്മളുടെ പൂർവികരും ജീവിച്ചും ചെയ്തും കാണിച്ച സിസ്റ്റം അല്ലേ. അപ്പോൾ അവിടെ ശാസ്ത്രമല്ലോ, എന്നാൽ വളരെ ഡീപ്പായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്. ശാസ്ത്രം വളരെ വലിയ രീതിയിൽ വളരുന്ന ഒരു ഭാഗമാണ് മെഡിസിൻ. ആ പഠനശാഖകളെ ഇന്നും അതിൻ്റെ എസൻസുകൾ ആയുർവേദത്തിലുള്ളതായാലും അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള എസൻസുകളെ എടുത്തിട്ട് ടാബ്ലറ്റ് ആക്കിയിട്ട് ഇന്ന് മനുഷ്യനിലേക്ക് എത്തിക്കുന്നില്ലേ? വെൽനസ് ഇപ്പം അങ്ങനെയല്ലേ വളരുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ ഉപയോഗിക്കപ്പെടുമ്പം അവർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്നെന്താണ് എല്ലാവരും ശാസ്ത്രലോകത്തിൽ ഇതിനകത്ത് ഒരാളുടെ അപ്കമിങ് ആക്ഷൻസിനെയോ കാര്യങ്ങളെയോ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് ഭംഗിയായിട്ട് പഠിക്കാൻ ഇറങ്ങുന്നില്ല? അതിനെന്തുകൊണ്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല? അതിനെന്തുകൊണ്ടൊരു വിങ് ഉണ്ടാക്കുന്നില്ല? ഇപ്പോൾ ഈ വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ നടത്തുന്നത്. അതിലിടുന്നതിൻ്റെ ഒരു ഭാഗം ഇട്ടാൽ മതിയാവും. എനിക്ക് തോന്നുന്നു ഈ ഡേറ്റാസ് എടുത്ത് പഠിച്ച് അതിന് കൃത്യമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അതിൽ റെപ്പറ്റീഷൻസിനെ കണ്ടെത്തി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഒക്കൾട്ട് സയൻസ് പഠിക്കാൻ ഇറങ്ങുന്ന ഏതൊരു വ്യക്തിയുടെയും ജാതകം എടുത്ത് പരിശോധിച്ച് നോക്കുക, അയാളുടെ ബർത്ത് ഡേറ്റ വെച്ച് പരിശോധിച്ച് നോക്ക്. ഒന്നുകിൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദശ അപഹാര കാലഘട്ടത്തിൽ ആയിരിക്കും ഒന്ന്. രണ്ടാമത്തത്, ഈ ഗ്രഹങ്ങൾ, ഈ രാഹു കേതു നിൽക്കുന്ന രാശി ഏത് രാശിയിൽ നിൽക്കുന്നുവോ ആ രാശിനാഥന്മാരുടെ ദശയോ അപഹാര കാലഘട്ടത്തിലോ ആയിരിക്കും. ഇത് 100% ഇംപ്ലിമെൻറ്റബിളാണ്. അത് റിപ്പീറ്റഡ് പാറ്റേൺസ് ആണ്. ഏതൊരു ഡോക്ടറും അവൻ്റെ ജാതകപ്രകാരം വൈദ്യം, അതായത് അവൻ ചികിത്സിക്കണമെങ്കിൽ 4-ാം ഭാവവും 9-ാം ഭാവവുമായി ബന്ധം വരണം. പ്ലസ് അതിൻ്റെ ഗ്രഹങ്ങളെന്ന് പറയുന്ന കുജൻ, രവി, അതുപോലെ തന്നെ ശനി, വ്യാഴം. ശനിക്ക് ഡോക്ടറിന് വലിയ പ്രാധാന്യമില്ല, ബട്ട് സ്റ്റിൽ നേഴ്സിലേക്ക് വരുമ്പോൾ ആ ശനി അവിടെ വലിയൊരു റോൾ എടുക്കും. ഇതൊക്കെ കണക്ട് ചെയ്ത് ഇതിൻ്റെ കോമ്പിനേഷൻ തൊഴിൽ ഭാവങ്ങളെ ബന്ധപ്പെടുകയോ അതിൻ്റെ ദശകളോ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഒരാൾ ജോലി ഡോക്ടറായിട്ട് ചെയ്യുന്നുള്ളൂ. എത്രയോ പേര് ഡോക്ടർ പഠിച്ചേച്ച് മറ്റു ജോലിക്ക് പോകുന്നു. ഈ കോമ്പിനേഷൻസ്, ഈ പാറ്റേൺസ് ആണ് കാണേണ്ടത്. ഇത് റിപ്പീറ്റഡ് ആവുന്നത് എവിടെയാണ്? 100 ജാതകം എടുക്ക്, 100 ജാതകത്തിൽ ഉറപ്പായിട്ടും കോമൺ ഫാക്ട് ഉണ്ടാവും, കോമൺ പാറ്റേൺ ഉണ്ടാവും. ഇന്നത്തെ ഓരോ ശാസ്ത്രങ്ങളും ഈ വിധത്തിൽ തന്നെയാണ് വളർന്നിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതിനെ ഇപ്പോഴും സ്യൂഡോ സയൻസ് ആക്കുന്നു. നല്ലൊരു ശാസ്ത്രശാഖയെ ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി നന്മകളുണ്ടാവും. എന്തായാലും ശ്രീകാന്ത് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഈ പറയുന്ന ഭാരതീയ ജ്യോതിഷശാസ്ത്രവും അല്ലെങ്കിൽ ചന്ദ്രശാസ്ത്രവും ഒരുപാട് ഭാരതത്തിന് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും പല പല ജാതകങ്ങളുടെ വിശകലനം ചെയ്ത് നല്ലൊരു ദൈവജ്ഞൻ എന്താണൊരു റെമഡിയൽ മെഷേഴ്സ്, നല്ലൊരു വിശകലനത്തോടു കൂടി ആ പ്രോപ്പർ റെമഡിയെ കൊടുക്കാനും അതിലുപരി ഒരു ബർത്ത് റെക്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും സ്വന്തമായിട്ട് ചെയ്യാനൊരു നിമിത്തം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.